ഓക്കെ. ഇങ്ങോട്ടൊന്ന് ചേട്ടാ ഇങ്ങോട്ടൊന്ന് നോക്കണേ. സാധാരണക്കാർക്കും പാവപ്പെട്ടവർക്കും അത്താണിയാവാനുള്ള കേരള കോൺഗ്രസിനെ സ്ഥാപിച്ചതെങ്കിൽ തിരികൊളുത്തിയെങ്കിൽ അതേ ഒരു കാഴ്ചപ്പാടുകൂടിയാണ് കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് പാർട്ടി മുന്നോട്ട് പോകുന്നത് എന്ന് അഭിമാനപുരുഷം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അതിരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പരിപാടി സംഘടിപ്പിച്ച വളരെ മാതൃകാപരമായ ഒരു പരിപാടി സംഘടിപ്പിച്ച ജില്ലാ പ്രസിഡന്റെയും നിയോജക പ്രസിഡന്റെയും മറ്റ് ഭാരവാഹികളെ ഞാൻ ആത്മാർത്ഥമായിട്ട് അനുമോദിക്കുന്നു. നമുക്കറിയാം ഇന്ന് ചിങ്ങമൊന്ന് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷകരമായ അഭിമാനകരമായ ഒരു മുഹൂർത്തമാണ്. കൃഷിക്കാർ ഇന്ന് കേരളത്തിലെ കൃഷിക്കാർ ഇന്ന് കാർഷിക വൃത്തിയിൽ നിന്നും കുറച്ചെങ്കിലും പുറകോട്ട് പോകുന്നുണ്ടെങ്കിൽ ആ കാർഷിക മേഖലയ്ക്ക് മതിയായ കൈത്താങ്ങ് നൽകുവാൻ ഇവിടുത്തെ ഗവൺമെൻറ്റിന് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ആളുകൾ കുറച്ചെങ്കിലും പുറകോട്ട്. പക്ഷേ ഇപ്പോൾ നമുക്കറിയാം കേന്ദ്ര ഗവൺമെൻറ് നിരവധിയായ പദ്ധതികൾ കർഷകർക്ക് കൈത്താങ്ങായി ഈ കടന്നു വന്നതോടുകൂടി കൃഷിക്കാർ ഇന്ന് വലിയ പ്രതീക്ഷയോടുകൂടി കാർഷിക മേഖലയിലേക്ക് കടന്നു വന്നിരിക്കുന്ന ഒരു വലിയ അവസരമാണ് എന്ന് പറയാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. നമുക്കറിയാം പ്രൈം മിനിസ്റ്റർ അല്ലേ PM കിസാൻ പദ്ധതി പ്രകാരം എനിക്ക് തോന്നുന്നു ഒരു വർഷം 6000 രൂപ കൃഷിക്കാർക്ക് ഇപ്പോൾ കൊടുക്കുന്നു. കഴിഞ്ഞ ദിവസം എന്നോട് കൃഷിക്കാരൻ ചോദിച്ചു, ആരാ തരുന്നത് 6000 രൂപ? എല്ലാ വർഷവും 6000 രൂപ കൃഷിക്കാർക്ക് അവരുടെ അക്കൗണ്ടിലേക്ക് കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. അതോടൊപ്പം തന്നെ നമുക്കറിയാം മറ്റുള്ള പല ആനുകൂല്യങ്ങളും കാർഷിക മേഖലയ്ക്ക് പുതുതായി ഈ ഗവൺമെൻറ് നൽകുന്നു എന്നുള്ളത് വളരെ ആശ്വാസകരമാണ്. എന്നാലും എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഇവിടെ നമുക്കറിയാം റബ്ബറിൻ്റെ വില ഇപ്പോൾ അല്പം വർദ്ധിച്ചിട്ടുണ്ട്. റബ്ബർ ഉൾപ്പെടെയുള്ള കാർഷിക വിളകളുടെ വില തകർച്ച മൂലം കൃഷിക്കാരൻ ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുമ്പോൾ കേന്ദ്ര സർക്കാർ ഇത്തരത്തിലുള്ള പദ്ധതികളുമായി മുന്നോട്ട് വന്നത് നമുക്കെല്ലാം വലിയ പ്രതീക്ഷയും ആശ്വാസവും നൽകുന്ന കാര്യമാണ്. ഞാൻ ഒരിക്കൽ കൂടി ഇത് സംഘടിപ്പിച്ച ഇതിൻ്റെ ഭാരവാഹികളെ സംഘാടകരെ ആത്മാർത്ഥമായി ഞാൻ അനുമോദിക്കുന്നു. എല്ലാ വർഷവും ഇതായിരിക്കും കേരള കോൺഗ്രസ് പാർട്ടിയുടെ കർഷക ദിനാചരണം. ഇങ്ങനെയായിരിക്കും, ഹാളിലല്ല നമ്മൾ കർഷക ദിനം ആചരിക്കേണ്ടത്. കൃഷിക്കാരുടെ അവരുടെ പുരയിടത്തിൽ പോയി കണ്ട് എത്തി നല്ല കൃഷിക്കാരെ ആദരിക്കുകയും അവർക്ക് പ്രോത്സാഹനം നൽകുകയും ചെയ്യുന്ന പരിപാടി ഈ കേരള കോൺഗ്രസ് സംസ്ഥാനത്തുടനീളം ഇത് നടത്തും. ഏതായാലും ഇന്ന് ഇതിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനമാണ് ഇവിടെ നടക്കുന്നത്. ഈ സന്തോഷത്തോടുകൂടിയിട്ടാണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. കേരള കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഒരു പുതിയ ഒരു കാൽവെപ്പാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കർഷകരുടെ മിത്രമായ കേരള കോൺഗ്രസ് പാർട്ടി കർഷകർക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമെന്നുള്ള നമുക്കറിയാം. ഇന്ന് ചിങ്ങം 1 ഇപ്പോൾ നമ്മുടെ ജില്ലാ പ്രസിഡന്റ് പറഞ്ഞ പോലെ തന്നെ ഒരു വേറിട്ട ഒരു പരിപാടിയാണ് കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് പാർട്ടി ആവിഷ്കരിച്ചിട്ടുള്ളത്.